നമസ്കാരം. ഓണം വരാൻ പോവാണ്. അപ്പൊ മൺചട്ടികളൊക്കെ വാങ്ങാനുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്റെ കൂടെ ഉള്ളത് പാലക്കാട് നല്ല അടിപൊളി ചട്ടികളൊക്കെ മേക്ക് ചെയ്യുന്ന പറയൂ വിനോദേട്ടനാണ് കേട്ടോ. അപ്പൊ പെരുങ്ങോട്ട്, അതായത് പരമ്പരാഗതമായിട്ട് ഇവര് ഈ സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8 വർഷത്തോളമായി കോഴിക്കോട് അല്ലേ. അപ്പൊ ഇങ്ങനെ എന്താണ് ഈ ഒരു പാലക്കാടൻ ചട്ടിയുടെ പ്രത്യേകത? പാലക്കാടൻ ചട്ടി നല്ല കളിമണ്ണാണ്. നമ്മള് യാതൊരു കെമിക്കലും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് കൊണ്ട് കറിയും വെക്കാം, ചോറും വെക്കാം. ഒരു പ്രശ്നം വരില്ല, ഒരു സൈഡ് എഫക്ട് ഉണ്ടാവില്ല. നമ്മള് നല്ല ചട്ടിയാണ് നമ്മള് കൊടുക്കും. അതെ അതെ അതെ. അതേപോലെ തന്നെ നമ്മളെ കറുത്ത ചട്ടി എന്ന് പറഞ്ഞത് ഉണ്ണിട്ട് മയക്കിയതാണ്. എന്ന് വെച്ചാൽ ഗ്യാസിൽ ഇത്തിരി ക്വാളിറ്റി ഉണ്ടാവും, ഇല്ല എന്നല്ല, ഇത്തിരി ക്വാളിറ്റി ഉണ്ടാവും. എന്നുവെച്ചാൽ അത് വലിയ ഇതുപോലെ ഒന്നും മയക്കെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കഞ്ഞിവെള്ളം വെച്ചൊന്ന് തിളപ്പിക്കാൻ കറി വെക്കാൻ കഴിയും. അപ്പൊ നല്ല മൺചട്ടി എങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും? നല്ല മൺചട്ടി എന്ന് പറയാൻ ഈ കളർ ഉണ്ടാവും, ഏതെങ്കിലും ഒരു കറുപ്പ് കളർ ഉണ്ടാവും. ഏകദേശം നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു അടയാളം ഈ കളർ. ഇങ്ങനെ ഒരെണ്ണെങ്കിലും ഉണ്ടാവും എല്ലാ ചട്ടി. ഇത് പൊട്ടി നോക്കുക, ഇങ്ങനെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. ചട്ടി അപ്പോഴും ഇങ്ങനെ പൊട്ടരുത്, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഇതിൽ ചെക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഈ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും വാങ്ങാൻ പറ്റും. നമ്മളെ പറയഞ്ചേരി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കല്യാൺ ജ്വല്ലറിന്റെ അടുത്ത് പറയഞ്ചേരി നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിന് അടുത്ത് 8 വർഷമായി ആളുണ്ടാവും. എന്നും ഉണ്ടാവില്ലേ? മാത്രമല്ല നല്ല ചായ കുടിക്കാനുള്ള ഈ കപ്പുകളുണ്ട്. അതുപോലെ തന്നെ ബുദ്ധന്റെ ഒക്കെ നല്ല അടിപൊളി പ്രതിമകളുണ്ട്. ഇതൊക്കെ മറ്റേ വെള്ളം വെക്കാനൊക്കെ പറ്റുന്ന നല്ല നല്ല തണുത്ത വെള്ളം കുടിക്കാൻ പറ്റും. അതെ അതെ. നമുക്ക് മണിയൊക്കെ സേവ് ചെയ്യാനായിട്ട് കോയിൻസ് ഒക്കെ ഇടാൻ പറ്റിയ എന്തായാലും പറയാ കുഞ്ചി എന്ന് പറയാം, കുഞ്ചി എന്നൊക്കെ പറയും അല്ലെ. നല്ല ചട്ടികളൊക്കെ നല്ല കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ പറ്റിയ അടിപൊളി ബൗളുണ്ട്. ഇത് ശരിക്കും കഞ്ഞിയൊക്കെ വെച്ചിട്ട് പ്ലാവിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ. അപ്പം പിന്നെ ഇതാ ഒരുപാട് ചട്ടികളുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെക്കറേഷൻ ഒക്കെ വെക്കാൻ പറ്റും. ഈ കറുത്ത ചട്ടികൾ കേട്ടോ. ഇതാണ് അടിപൊളി ക്വാളിറ്റി അല്ലേ? ഇത് മയക്കിയ ചട്ടിയാണ്. നല്ല അടിപൊളി കറുത്ത ചട്ടികൾ കറി വെക്കാനും ചോറൊക്കെ വെക്കാനും ഒക്കെ പറ്റിയ സംഭവങ്ങളാണ് അല്ലെ. ഇനിയിപ്പോ ഓണത്തിന് ഇവിടെ പുതിയ പുത്തൻകലം മയക്കലാണ് ഇവിടുത്തെ ചടങ്ങ്. ഓണം വിഷുവിന് കോഴിക്കോടുകാര് ഓണത്തിന് പുത്തൻകലം മയക്കുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ, കോഴിക്കോട്. അപ്പൊ അതിനെ പറ്റിയ കിടലം ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പുത്തൻകലം മയക്കുള്ളത്. പിന്നെ അതേപോലെ അവിടെ ഇതിലുണ്ട് പുതിയ ചീനിച്ചട്ടി മോഡലായിട്ടുള്ള സാധനങ്ങൾ. നല്ല ചീനിച്ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി. ഇതെന്താ? ഇത് മറ്റിലാണ് അലുമിനിയം പിടിയുള്ള പിടി വെച്ച സംഭവങ്ങളാണ്. സാധാ ടൈപ്പ്. ഇത് ഇത്തിരി വില കമ്മി ഉണ്ടാവും. ശരിക്കും ഇതിലൊക്കെ മീൻകറിയൊക്കെ വെച്ചാൽ വേറെ ടേസ്റ്റ് തന്നെയാണ് അല്ലേ? നമ്മൾ അലൂമിനിയം 10 വെക്കുന്നല്ലേ, ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇതില് ടേസ്റ്റ് എന്ന് വെച്ചാൽ രാത്രി മീൻകറി വെച്ചിട്ട് രാവിലെ കൂട്ടാനാണ് ഈ മീൻകറിയിൽ. രാത്രി നിങ്ങൾ സ്പെഷ്യൽ നല്ല മീൻകറിയൊക്കെ വെച്ചിട്ട് രാവിലെ എടുത്ത് കഴിക്കുക, അതിന് വേറെ ടേസ്റ്റ്. വേണമെങ്കിൽ നമ്മൾ വിനോദേട്ടൻ്റെ അടുത്ത് വന്നാൽ മതി. നല്ല നമ്മുടെ പറയഞ്ചേരി ലൊക്കേഷൻ, നല്ല അടിപൊളി ചട്ടികളും വീട്ടിലേക്ക് ഡെക്കറേഷൻ എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പൊ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ.